നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. പുതുപ്പള്ളി പഞ്ചായത്തിലെ കമ്മ്യൂണിറ്റി ഹാളിന് പേരിടുന്നതിനെ ചൊല്ലി വാക്പോര്. ഉമ്മൻചാണ്ടിയുടെ പേരിടാത്തതിനെതിരെ കോൺഗ്രസിന്റെ ഉപവാസ സമരം. EMSന്റെ പേര് നൽകാനുള്ള തീരുമാനവുമായി LDF ഭരണസമിതി. കോട്ടയം SMEയിലെ വിദ്യാർത്ഥിയുടെ മരണം. ആരോപണ വിധേയരായ 2 അധ്യാപകർക്ക് സ്ഥലം മാറ്റം. കോളേജിന് മുന്നിൽ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും പ്രതിഷേധം. എരുമേലി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഇനി മുതൽ 24 മണിക്കൂറും കിടത്തി ചികിത്സ. സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഒരു തസ്തിക കൂടി സൃഷ്ടിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. വാർത്തകൾ വിശദമായി. പുതുപ്പള്ളി കമ്മ്യൂണിറ്റി ഹാളിന് ഉമ്മൻചാണ്ടിയുടെ പേര് ഒഴിവാക്കി EMSന്റെ പേരിടാൻ LDF ഭരണസമിതി ശ്രമിക്കുന്നുവെന്നാരോപിച്ച് കോൺഗ്രസ് പുതുപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപവാസ സമരം നടത്തി. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. പുതുപ്പള്ളി കമ്മ്യൂണിറ്റി ഹാളിന് ഉമ്മൻചാണ്ടിയുടെ പേര് ഒഴിവാക്കി EMSന്റെ പേരിടാൻ LDF ഭരണസമിതി ശ്രമിക്കുന്നുവെന്നാരോപിച്ച് പുതുപ്പള്ളി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപവാസ സമരം നടത്തി. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. പുതുപ്പള്ളി പഞ്ചായത്തിന്റെ കീഴിലുള്ള കമ്മ്യൂണിറ്റി ഹാളിന് ഉമ്മൻചാണ്ടിയുടെ പേര് ഒഴിവാക്കി EMSന്റെ പേര് നൽകാനുള്ള LDF പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനത്തിനെതിരെ കോൺഗ്രസ് പ്രതിഷേധം തുടരുന്നു. ഇതിന്റെ ഭാഗമായി പുതുപ്പള്ളി ടൗണിൽ ഉപവാസ സമരം തുടങ്ങി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സാം K വർക്കിയാണ് ഉപവാസം ഇരിക്കുന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ഉപവാസം ഉദ്ഘാടനം ചെയ്തു. ഉപവാസത്തിന്റെ പശ്ചാത്തലത്തെക്കുറിച്ച് പുതുപ്പള്ളിയിലുള്ള ആരോട് നമ്മൾ പറയേണ്ട കാര്യമാണ്. അരനൂറ്റാണ്ടിലപ്പുറമായി ഇവിടെ ജനപ്രതിനിധിയായി തോന്നുന്ന അതിദീർഘകാലം നിങ്ങളോടൊപ്പം നീങ്ങിയിട്ടുള്ള കേരളത്തിന് മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയെ അപമാനിച്ചതാണ് ഇതിനകത്തെ പ്രസക്തമായ കാര്യം. ചാണ്ടി ഉമ്മൻ MLA, ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കൾ, പ്രവർത്തകർ എന്നിവർ ഉപവാസത്തിൽ പങ്കെടുത്തു. അതേസമയം പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരമുള്ള നിയമങ്ങൾ പാലിച്ചാണ് ഉദ്ഘാടനം നടക്കുന്നതെന്ന് വൈസ് പ്രസിഡന്റ് പ്രമോദ് കുര്യാക്കോസ് പറഞ്ഞു. കമ്മ്യൂണിറ്റി ഹാളിന്റെ നവീകരണത്തിനായി ഉമ്മൻചാണ്ടിയുടെ MLA ഫണ്ടിൽ നിന്നും 1 രൂപ പോലും ലഭിച്ചിരുന്നില്ലെന്നും പ്രമോദ് കുര്യാക്കോസ് പറഞ്ഞു. ഇപ്പോൾ അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ 1 രൂപ പോലും MLA ഫണ്ട് അനുവദിച്ചിട്ടില്ല. MLA ഫണ്ടുമില്ല. പഞ്ചായത്ത് വിവരാവകാശം വെച്ചാൽ നിങ്ങൾക്ക് ബോധ്യമാവുമല്ലോ. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ MLA പോയി കാണുകയും ചെയ്തിരുന്നു. ഇങ്ങനെ എന്തൊരു സഹായം നമ്മള് ബഹുമാനായ ഉമ്മൻചാണ്ടി സാറിനെ 2023 ജാനുവരി 16-ാം തീയതി തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന്റെ വസതിയിൽ പോയി ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഞാനും സന്ദർശിച്ചിട്ടുണ്ടായി. അപ്പോൾ അദ്ദേഹം ഞങ്ങളൊക്കെ അപ്പോയിൻമെന്റ് തരികയും ഞങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ ഇങ്ങോട്ട് പറഞ്ഞു, ഞാൻ പിനി സിവിൽ സ്റ്റേഷൻ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിൻ്റെ 1 കോടി ഫണ്ട് കൊണ്ടാണ് അതിൻ്റെ സ്ട്രക്ചർ നിർമ്മാണം പൂർത്തിയായിരിക്കുന്നത്. സാറേ, ഞങ്ങളിപ്പോൾ ഇതിൻ്റെ ഡിസൈൻ എല്ലാം പൂർത്തിയായി, 2.5 കോടി കൊണ്ട് അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കാം എന്ന് പറയുകയും 1 കോടി എൻ്റെ ഈ വർഷത്തെ MLA ഫണ്ടിൽ ഞാൻ തരുമെന്ന് അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തതാണ്. പക്ഷേ 2-3 മാസമായിട്ടും തുടർ നടപടികളൊന്നും ഉണ്ടായില്ല. വീണ്ടും ഈ ആവശ്യം നിരവധി പ്രാവശ്യം ഞങ്ങൾ പഞ്ചായത്തിലെ പ്രസിഡന്റ് അടക്കമുള്ള ബഹുമാനപ്പെട്ട MLA സമീപിച്ചിട്ടുണ്ട്. ഈ റോഡിൻ്റെ കാര്യങ്ങൾ MLAയോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിലൊന്നും പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ MLA ഫണ്ട് നമുക്ക് ഇങ്ങനെയുള്ള പഞ്ചായത്ത് വഴികൾക്ക് പഞ്ചായത്തിൻ്റെതായ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഇതുവരെ 1 രൂപ പോലും തന്നിട്ടില്ല. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പുതുപ്പള്ളിയുടെ സ്പന്ദനമായിരുന്നു ഉമ്മൻചാണ്ടിയെന്നും പുതുപ്പള്ളി പഞ്ചായത്ത് ഭരണസമിതി രാഷ്ട്രീയ കണ്ണാടി എടുത്തുമാറ്റണമെന്നും പുതുപ്പള്ളി MLA ചാണ്ടി ഉമ്മൻ. പുതുപ്പള്ളി പഞ്ചായത്തിലെ കമ്മ്യൂണിറ്റി ഹാളിന് EMSന്റെ പേര് നൽകാനുള്ള പഞ്ചായത്ത് ഭരണസമിതി തീരുമാനത്തിൽ പ്രതികരിക്കുകയായിരുന്നു ചാണ്ടി ഉമ്മൻ. രാഷ്ട്രീയം മാറ്റിവെച്ചു, അതേത് പാർട്ടികളായിക്കോട്ടെ, രാഷ്ട്രീയം മാറ്റിവെച്ചു. മുഖ്യമന്ത്രിയുടെ പേരിടാനാണ്, ഒരു മുഖ്യമന്ത്രി പേരിടാനായി 6 ആയിരിക്കും. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് തന്നെയാണ് പേരിടുന്നത്. കാരണം ഈ നാടുമായിട്ട് അഭേദ്യമായ ബന്ധം. ഇവിടുത്തെ ജനങ്ങളോട് ചോദിച്ചു, എന്നോട് ചോദിക്കില്ല. ഇവിടുത്തെ ഏതൊരു സാധാരണക്കാരനെ ചോദിച്ചിട്ട് അവരെന്ത് പറയുന്നു. അപ്പൊ അവരുടെ അഭിപ്രായം എടുത്താൽ മതി, എന്റെ അഭിപ്രായം കണക്കാക്കട്ടെ. കാരണം ഞാൻ മകനെന്നുള്ള ലേഖനോട് വരുന്നത്. പക്ഷെ ജനങ്ങളോട് ചോദിച്ചു. അപ്പം സ്വാഭാവികമായിട്ടും അതിനകത്ത് പാർട്ടി ഭേദമന്യേ എല്ലാവരും ഈ ശരിയായ തീരുമാനം അല്ല എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഒരു ജനകീയ കൂട്ടായ്മ തന്നെ ഉണ്ടായിരിക്കുകയാണ്. ഇത് പാർട്ടി വിട്ടുപോകും, ജനകീയ കൂട്ടായ്മ തന്നെ ഉണ്ടാകാൻ പോകും. കാരണം ഇതൊരു ശരിയായ നിലപാടല്ല. രാഷ്ട്രീയ കണ്ണാടി എടുത്തു മാറ്റും. എനിക്ക് CPMനോട് ഇതേ പറയാനുള്ളൂ. രാഷ്ട്രീയ കണ്ണാടി എടുത്തു മാറ്റും. കേരളത്തിൽ എത്ര മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു? അതിൽ എത്ര പേരാണ് പുതുപ്പള്ളിക്കാർ? പുതുപ്പള്ളിയിൽ ഒരു കമ്മ്യൂണിറ്റി ഹാളിന് പേരുണ്ടെങ്കിൽ ആദ്യം ഒരു പേര് സജസ്റ്റ് ചെയ്യേണ്ടത് അദ്ദേഹത്തിന് തന്നെ. കോട്ടയം ഗാന്ധിനഗറിലെ സ്കൂൾ ഓഫ് മെഡിക്കൽ സയൻസസിൽ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും സംയുക്ത സമരം. SMEയിലെ വിദ്യാർത്ഥിയായ അജാസ് ഖാന്റെ ആത്മഹത്യയ്ക്ക് കാരണം അധ്യാപകരുടെ ഭാഗത്തു നിന്നുള്ള മാനസിക സമ്മർദ്ദമാണെന്ന് ആരോപിച്ചും
കുറ്റക്കാരായ അധ്യാപകർക്കെതിരെ നടപടി എടുക്കണമെന്നാവശ്യപ്പെട്ടുമായിരുന്നു സമരം. അതേസമയം ആരോപണ വിധേയരായ അധ്യാപകരെ സ്ഥലം മാറ്റാൻ തീരുമാനിച്ചിട്ടുണ്ട്. കോട്ടയം SME കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന അജാസ് ഖാന്റെ ആത്മഹത്യയിൽ കോളേജ് അധികൃതർക്ക് പങ്കുണ്ടെന്നാരോപിച്ച് കുടുംബം. ഈ മാസം 2-ാം തീയതിയായിരുന്നു കോട്ടയം SME കോളേജിന്റെ ഹോസ്റ്റൽ മുറിയിൽ നിന്നും 1-ാം വർഷ MLT വിദ്യാർത്ഥിയായ അജാസ് ഖാനെ കാണാതായത്. പിറ്റേ ദിവസം മീനച്ചിലാറ്റിൽ മൃതദേഹം കണ്ടെത്തി. പോസ്റ്റ്മോർട്ടത്തിൽ അജാസിന്റെ മരണം ആത്മഹത്യയാണെന്ന് തെളിഞ്ഞിരുന്നു. 1-ാം സെമസ്റ്റർ പരീക്ഷ കടുപ്പമായതാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നായിരുന്നു പോലീസിന്റെ പ്രാഥമിക നിഗമനം. എന്നാൽ അജാസിന്റെ കുടുംബം ഇത് അംഗീകരിക്കാൻ തയ്യാറായില്ല. പരീക്ഷയുമായി ബന്ധപ്പെട്ട സമ്മർദ്ദമല്ല, കോളേജ് അധികൃതരിൽ നിന്നും അധ്യാപകരിൽ നിന്നും മകന് മാനസിക പീഡനം ഏൽക്കേണ്ടി വന്നിട്ടുണ്ടെന്നാണ് രക്ഷിതാക്കൾ ആരോപിച്ചത്. 2 അധ്യാപകർക്കെതിരെയാണ് പ്രധാനമായും രക്ഷിതാക്കൾ ആരോപണം ഉയർത്തിയത്. ഇവരെ SMEയിൽ നിന്നും മാറ്റണമെന്നും ഇവർക്കെതിരെ അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ സമരം ആരംഭിച്ചിരുന്നു. സമരത്തിന് പിന്തുണയുമായി രക്ഷിതാക്കളും രംഗത്തെത്തി. ഓണാവധി കഴിഞ്ഞ് ക്ലാസ് പുനരാരംഭിച്ച തിങ്കളാഴ്ച രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ചേർന്ന് SME അങ്കണത്തിൽ സമരം പുനരാരംഭിച്ചു. കുറ്റാരോപിതരായ അധ്യാപകരെ പുറത്താക്കണമെന്നും അജാസിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടത്തണമെന്നും രക്ഷിതാക്കൾ ആവശ്യപ്പെട്ടു. അന്ന് ഞങ്ങൾക്ക് ചെയ്തിട്ട് നമുക്ക് വാക്ക് തന്നതാണ്. ഇന്ന് 5 മണിക്കാകും, നാളെ 5 മണിക്കാകും ഇതിന് തീരുമാനം ഉണ്ടാവും, നമുക്ക് വാക്ക് തന്നതാണ്. അയാളുടെ വാക്ക് പറഞ്ഞപ്പോൾ കുഞ്ഞുങ്ങൾ പറഞ്ഞതാണ്, അദ്ദേഹത്തെ വിശ്വസിക്കരുത്, ചതിയനാണ്, പുള്ളി വാക്കിന് വിലയില്ലാത്തതാണെന്ന് കുഞ്ഞുങ്ങൾ നേരിട്ട് മുഖത്ത് നോക്കി പറഞ്ഞതാണ്. പക്ഷേ എന്നിട്ടും പേരൻസിന് തന്ന വാക്കാണല്ലോ എന്ന് കരുതിന് മാത്രമാണ് ഞാൻ വീട്ടിൽ പോയത്. എന്നിട്ട് അയാൾ പിറ്റേ ദിവസം 7 മണി വരെ വിളിച്ചില്ല. മാഡം അദ്ദേഹത്തെ അങ്ങോട്ട് വിളിച്ചപ്പോഴാണ് ഇത് ഡയറക്ടർ അവരെ മാറ്റാൻ സമ്മതിക്കില്ല, ഡയറക്ടറുടെ സ്വന്തം ബന്ധമാണ് അവരെന്നുള്ള പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ എന്തുവാണ് അവരെ മാറ്റാൻ എത്ര ബുദ്ധിമുട്ട്? തന്റെ മകന്റെ മരണത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്നും സത്യം പുറത്തുവരണമെന്നും അജാസിന്റെ പിതാവ് ആവശ്യപ്പെട്ടു. അതുപോലെ എന്ത് കാരണം കൊണ്ട്, മിസ്സിന്റെ കാരണം കൊണ്ടാണോ, ഇവിടുത്തെ വേറെ പ്രശ്നമാണോ, എന്തായാലും ഞങ്ങൾക്ക് അറിയണം. എന്താണ് ഇവിടെ സംഭവിച്ചത്, എൻ്റെ മോന് സംഭവിച്ചത് എന്താണെന്ന് എനിക്കറിയണം. അതിന് നല്ല രീതിയിൽ അന്വേഷണം നടത്തി കാരണം അറിയണം. അധ്യാപകരുടെ നടപടികൾ കടുത്ത മാനസിക സമ്മർദ്ദം നൽകുന്നതായി വിദ്യാർത്ഥികളും ആരോപിക്കുന്നു. അത് ഒരു ഡ്രസ്സ് പോലും നമുക്ക് നല്ല ഇടാൻ പറ്റത്തില്ല. ഡ്രസ്സ് ഇട്ടോണ്ട് വന്നാൽ മിസ് ചോദിക്കും, നീ ആരെ കാണിക്കാണ് ഇത്ര ഒരുങ്ങി കെട്ടി വരുന്നത്? നമ്മുടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയാണ് നമ്മൾ നല്ല ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്നത്. അതുപോലെ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. എന്തെങ്കിലും ഒരു തീരുമാനം എടുത്ത് ഇപ്പൊ പരാതി പറഞ്ഞ മിസ്സുമാർ ആരൊക്കെയാന്ന് വെച്ചാൽ അവരൊന്ന് മാറ്റി തരിക തന്നെ വേണം. കാരണം പറ്റത്തില്ല, അത്രയും ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾ ഇവിടെ ഓരോ ദിവസങ്ങളും തള്ളി നിൽക്കുന്നത്. കൈകൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അവർ വാഗൊണ്ടാണ് ഞങ്ങൾ ചെയ്യിക്കുന്നത്. അതായത് ഒരു കുട്ടിയെ തല്ലാൻ പറ്റിയാലെന്ന് പറഞ്ഞ് വാഗൊണ്ട് എന്തെല്ലാം പറയാമോ അതെല്ലാം പറഞ്ഞ് മോശക്കാരാക്കി, അങ്ങേയറ്റം മോശക്കാരാക്കി, എത്രത്തോളം ദ്രോഹിക്കാവോ. ഇവൻ എനിക്ക് പോലും ആത്മഹത്യ എന്ന് പറഞ്ഞ ചിന്ത തലയിലോട്ട് നല്ല രീതിക്ക് വന്നിട്ടുണ്ട്. എൻ്റെ ക്ലാസ്സിൽ ഓരോരുത്തർക്കും വന്നിട്ടുണ്ടെന്ന് തന്നെ അവരെന്നോട് പറഞ്ഞിട്ടുണ്ട്. അത്രയ്ക്കും പാടുപെട്ടിട്ടാ. പിന്നെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് പിടിച്ചു നിൽക്കുന്നത് മാത്രമാണ് ഇവിടെ. അധ്യാപകരെ പുറത്താക്കുമെന്നും അജാസിന്റെ മരണത്തിൽ സത്യസന്ധമായ അന്വേഷണം നടത്തുമെന്നും സ്കൂൾ അധികൃതരിൽ നിന്നും ഉറപ്പ് ലഭിക്കും വരെ സമരം തുടരുമെന്ന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നിലപാടെടുത്തതോടെ സ്കൂൾ അധികൃതർ സിപാസ് അധികൃതരുമായി ചർച്ച നടത്തി. തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. 2 അധ്യാപകരെയും അതേസമയം ആരോപണ വിധേയരായ 2 അധ്യാപകരെയും സ്ഥലം മാറ്റാൻ തീരുമാനമായി. ആരോപണങ്ങളിൽ വിശദമായ അന്വേഷണം നടത്താനും തീരുമാനമായിട്ടുണ്ട്. സീന, റീനു എന്നീ അധ്യാപകർക്കാണ് സ്ഥലം മാറ്റം. ആരോപണ വിധേയരായ അധ്യാപകർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും സമരം നടത്തിയതിന് പിന്നാലെയാണ് തീരുമാനമുണ്ടായത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. എരുമേലി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ 24 മണിക്കൂർ കിടത്തി ചികിത്സയ്ക്ക് തുടക്കമായി. എരുമേലി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഒരു തസ്തിക കൂടി സൃഷ്ടിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ഉദ്ഘാടനം നിർവഹിച്ച ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. എരുമേലി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ 24 മണിക്കൂർ കിടത്തി ചികിത്സയുടെ ഉദ്ഘാടനം ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈനായി നിർവഹിച്ചു. ശബരിമല സീസണിലും എല്ലാ മാസവും ധാരാളം അയ്യപ്പ ഭക്തർ എത്തുന്ന എരുമേലിയിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സാമൂഹികാരോഗ്യ കേന്ദ്രം ദീർഘനാളായുള്ള ആവശ്യമായിരുന്നെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. എരുമേലി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഒരു തസ്തിക കൂടി സൃഷ്ടിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അവിടെ അധികമായി ഡോക്ടറെ ഉൾപ്പെടെ അതുപോലെ HMCയിൽ നിന്ന് പുതിയ 2 സ്റ്റാഫിനെ ഉൾപ്പെടെ നിയോഗിച്ചുകൊണ്ട് രാത്രിയിൽ കൂടി സേവനം ഉറപ്പാക്കുകയാണ്. സംസ്ഥാന ആരോഗ്യ വകുപ്പ് ഇവിടെ ഒരു തസ്തിക കൂടി അനുവദിച്ചുകൊണ്ട് അതൊരു സ്ഥിരം സംവിധാനത്തിലേക്ക് നമുക്ക് എത്തിക്കുക എന്നുള്ള ഇതാണ് ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുമെന്നുള്ളത് കൂടി
കാര്യങ്ങൾ കൂടി തീരുമാനം എടുക്കുന്നതിനാണ് ശ്രമിക്കുന്നത്. അതുകൂടി അവസരത്തിൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ചടങ്ങിൽ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA അധ്യക്ഷനായി. ആന്റോ ആന്റണി MP മുഖ്യാതിഥിയായി. നവീകരിച്ച OP ഫാർമസിയുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLAയും ആധുനിക കണ്ണ് പരിശോധന ഉപകരണങ്ങളുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ശുഭേഷ് സുധാകരനും നിർവഹിച്ചു. കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിജിമോൾ സജി, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TS കൃഷ്ണകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ TJ മോഹനൻ, പഞ്ചായത്ത് അംഗങ്ങളായ എമേഴ്സൺ, അഡ്വക്കേറ്റ് സാജൻ കുന്നത്ത്, ജോളി മടുക്കക്കുഴി, ജൂബി അഷ്റഫ്, രത്നമ്മ രവീന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, എരുമേലി. അംഗപരിമിതർക്ക് പിന്തുണയുമായി കോട്ടയം കളക്ടറേറ്റിന്റെ 2ാം ലിഫ്റ്റ് തുറന്നു. സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ ഉദ്ഘാടനം നിർവഹിച്ചു. കോട്ടയം സിവിൽ സ്റ്റേഷനിൽ ജില്ലാ കളക്ടറെ കാണാൻ എത്തുന്ന അംഗപരിമിതർക്കും മുതിർന്ന പൗരന്മാർക്കും കൂടുതൽ സൗകര്യമൊരുക്കി പുതിയ ലിഫ്റ്റ് പ്രവർത്തനം ആരംഭിച്ചു. സഹകരണ തുറമുഖം ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ ലിഫ്റ്റിന്റെ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മന്ത്രി VN വാസവന് നൽകിയ നിവേദനത്തെ തുടർന്നാണ് സിവിൽ സ്റ്റേഷനിൽ 2ാമത്തെ ലിഫ്റ്റും ഒരുക്കിയത്. മന്ത്രി VN വാസവന് ലഭിച്ച നിവേദനത്തെ തുടർന്ന് അദ്ദേഹം ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകുകയും സാമൂഹിക നീതി വകുപ്പിൽ നിന്ന് അനുവദിച്ച 63,62,000 രൂപ ഉപയോഗിച്ച് ലിഫ്റ്റ് നിർമ്മാണം പൂർത്തിയാക്കുകയുമായിരുന്നു. സിവിൽ സ്റ്റേഷനിലെ വിവിധ കാര്യാലയങ്ങളിലെ ഭിന്നശേഷിക്കാരായ ജീവനക്കാർക്കും വിവിധ ആവശ്യങ്ങൾക്ക് എത്തുന്ന പൊതുജനങ്ങൾക്കും കൂടി പ്രയോജനപ്പെടുന്ന രീതിയിൽ പൊതുമരാമത്ത് വകുപ്പാണ് ലിഫ്റ്റ് പണിതീർത്തത്. ഗ്രൗണ്ട് ഫ്ലോറിലുള്ള അഡീഷണൽ ജില്ലാ കോടതിയോട് ചേർന്നാണ് പുതിയ ലിഫ്റ്റ് സ്ഥാപിച്ചിരിക്കുന്നത്. പ്രവേശനം മുൻവശത്തു കൂടിയാണ്. മുൻവശത്തെ പ്രവേശന കവാടത്തിന് സമീപമുള്ള റാമ്പിലൂടെ കടന്ന് കളക്ടറേറ്റ് പൊതുജന പരാതി പരിഹാര വിഭാഗം കൗണ്ടറിന്റെ അരികിലുള്ള വാതിലിലൂടെ ലിഫ്റ്റിലേക്ക് പ്രവേശിക്കാം. ഒരേ സമയം 13 പേരെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ളതാണ് പുതിയ ലിഫ്റ്റ്. 13 പേരെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ളതാണ് നിലവിൽ പ്രവർത്തിച്ചു വരുന്ന ലിഫ്റ്റും. ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു, ജില്ലാ കളക്ടർ ജോൺ V സാമുവൽ, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ബീന P ആനന്ദ്, പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗം എഞ്ചിനീയർ P ശ്രീലേഖ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കാനം വണ്ടി എന്നറിയപ്പെടുന്ന കാനത്തിന്റെ സ്വന്തം സെന്റ് തോമസ് ബസിന് നാടിന്റെ ആദരം. പൗരസമിതിയുടെ നേതൃത്വത്തിലാണ് ആദരം ഒരുക്കിയത്. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ് ഉടമയെയും ബസിനെയും ജീവനക്കാരെയും പൊന്നാട അണിയിച്ചു. കാനം എന്ന ഗ്രാമത്തിന്റെ സ്പന്ദനമായ കാനം വണ്ടി എന്നറിയപ്പെടുന്ന സെന്റ് തോമസ് ബസിന് ഉടമയ്ക്കും കാനത്തെ നാട്ടുകാരുടെ ആദരം. കാനം എന്ന ഗ്രാമത്തെയും കോട്ടയം പട്ടണത്തെയും ബന്ധിപ്പിച്ച് കഴിഞ്ഞ 63 വർഷമായി സർവീസ് നടത്തുകയാണ് സെന്റ് തോമസ് ബസ്. 1965 മോളി മോട്ടോഴ്സ് എന്ന പേരിൽ കാനം ചന്തക്കവല വരെയായിരുന്നു ആദ്യ സർവീസ്. പിന്നീട് ചാമമ്പതാലിലേക്ക് റോഡ് പണിതപ്പോൾ അവിടം വരെയായി സർവീസ്. തുടർന്ന് പൊൻകുന്നത്തേക്കും സർവീസ് നീട്ടി. ആദ്യകാലത്ത് മോളി മോട്ടോഴ്സ് എന്ന പേരിലായിരുന്നു ബസ്സിന് പിന്നീട് സെന്റ് തോമസ് എന്ന പേര് മാറ്റി. സർവീസ് തുടങ്ങിയ നാൾ മുതൽ കോവിഡ് കാലത്തൊഴികെ ഇന്നോളം ഒരു ദിവസം പോലും സർവീസ് മുടങ്ങിയിട്ടില്ല. അന്നത്തെ വിദ്യാർത്ഥി രാഷ്ട്രീയ നേതാക്കളായ കാനം മൈലാട്ട് ജേക്കബ് കുര്യന്റെയും അദ്ദേഹത്തിന്റെ സഹപാഠിയായിരുന്ന മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെയും നാട്ടുകാരായ ചെറുപ്പക്കാരുടെയും ശ്രമഫലമായാണ് മോളി ബസ് കാനത്തിലേക്ക് ആദ്യ സർവീസ് നടത്തിയതെന്ന് മൈലാട്ട് ജേക്കബ് കുര്യൻ പറഞ്ഞു. അന്നത്തെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലെ പ്രവർത്തകരുടെ ഇതും പിന്നെ ഉമ്മൻചാണ്ടി എൻ്റെ കൂടെ പഠിച്ച, ഞങ്ങൾ ഒന്നിച്ച് CMS കോളേജിൽ പഠിച്ചാണ് ഒരു വർഷം. അപ്പോൾ കാലത്ത് ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ അന്നത്തെ രാഷ്ട്രീയമാണ്. ഉമ്മൻചാണ്ടി ഒന്നും രാഷ്ട്രീയത്തിലായിട്ടില്ല, ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പക്ഷേ ഞങ്ങൾ അന്ന് പോയി കളക്ടറെയും RTOയും ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരെയും കണ്ടു. എല്ലാവരെയും കണ്ടപ്പോൾ അവർ പറഞ്ഞ റോഡിൻ്റെ കണ്ടീഷൻ വളരെ മോശമാണ്. പിന്നെ റോഡിൻ്റെ എഞ്ചിനീയേഴ്സ് സർട്ടിഫൈ ചെയ്യാമെങ്കിൽ ആലോചിക്കാമെന്ന് പറഞ്ഞു. പിന്നെ അവരെ പോയി കണ്ട് അങ്ങനെ എല്ലാം സർട്ടിഫൈ ചെയ്തിട്ടാണ് വഴി ഓക്കെ ആയിട്ടാണ് ബസ് അനുവദിക്കുന്നത്. അങ്ങനെ അന്ന് അനുവദിച്ചത് അതിനുവേണ്ടി പിന്നിൽ നിന്നത് മോളി മോട്ടോഴ്സ് ആയിരുന്നു. ബസ് ഇപ്പോൾ റൂട്ട് ചേർത്ത് മറ്റൊരാൾക്ക് വിൽക്കാൻ തീരുമാനിച്ച സാഹചര്യത്തിലാണ് ബസ്സിനും ഉടമയ്ക്കും ജീവനക്കാർക്കും കാനം പൗരാവലിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകിയത്. ഞായറാഴ്ച വൈകിട്ട് കാഞ്ഞിരപ്പാറയിൽ നിന്ന് ഇരുചക്ര വാഹനങ്ങളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ ബസ്സിനെയും ജീവനക്കാരെയും കാനത്തിലെത്തിച്ചു. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ് ഉടമ ജോൺ K ജേക്കബിനെയും ജീവനക്കാരെയും ബസ്സിനെയും ആദരിച്ചു. നാടിന്റെ സ്പന്ദനമാണ് സെന്റ് തോമസ് ബസ് എന്ന് ഡോക്ടർ ജയരാജ് പറഞ്ഞു. അത്ഭുതപ്പെട്ട ഒരു കാര്യം, ഒരു നാടിന്റെ ഒരു വലിയ വികാരം എല്ലാം മറന്ന് ഒരു വാഹനത്തിന് ബസ്സിനെ സ്വീകരിക്കാൻ, ആ ബസ്സിന്റെ യാത്രയെ കഴിഞ്ഞ കാലഘട്ടങ്ങളായി നമ്മുടെ തലമുറയ്ക്ക് മുമ്പുള്ള ആളുകൾ ഉൾപ്പെടെ അനുധാവനം ചെയ്ത് ഇവിടെ ഈ കാനം പ്രദേശത്തെ ആളുകളുടെ യാത്രാ സൗകര്യത്തിന് വഴിയൊരുക്കിയ സെന്റ് തോമസ് ബസ്സിനെ അതുപോലെ ഹൃദയത്തോട് ചേർത്ത് വിളിച്ച് കൊണ്ടുപോകുന്ന ഒരു വലിയ ജനതയുടെ ഒരു വലിയ സ്നേഹത്തിന്റെ ഒരു പ്രകടനമായിരുന്നു സത്യത്തിൽ ഇവിടെ നടന്നിരിക്കുകയായിരുന്നു. ഇത് അത്യപൂർവമായ, പക്ഷേ കേരളത്തിൽ എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെയൊരു
സംഭവം ആദ്യമായിട്ടായിരിക്കാം. ഇത്രയും കാലം കൃത്യമായി സർവീസ് നടത്താൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് 37 വർഷമായി ബസിന്റെ ഉടമയായ ജോൺ കെ ജേക്കബ് പറഞ്ഞു. എങ്കിലും നമ്മൾ നല്ല രീതി ഉള്ള കാലത്ത് നല്ല രീതിയിൽ നടത്തി. നമ്മൾ അതിനകത്ത് സെക്കൻഡ് ഫൈനാൻസിന് കൊടുത്തിരുന്നുള്ളൂ, ഒന്നാമത് സർവീസിനാണ് കൊടുത്തിരുന്നത്. ളാക്കാട്ടൂരുള്ള ബിനു നാഗപ്പള്ളിയാണ് സെന്റ് തോമസ് ബസ് വാങ്ങിയത്. തുടർന്നും ഈ പേരിൽ തന്നെ സർവീസ് തുടരുമെന്ന് പുതിയ മാനേജ്മെന്റ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പട്ടികജാതി പട്ടികവർഗ നയം പ്രഖ്യാപിക്കുവാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകണമെന്ന് ഭാരതീയ വേലൻ സൊസൈറ്റി സുവർണ ജൂബിലി സമ്മേളനം ആവശ്യപ്പെട്ടു. സമ്മേളനത്തിൽ സംസ്ഥാന ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പ്രസിഡന്റായി രാജീവ് നെല്ലിക്കുന്നേലും ജനറൽ സെക്രട്ടറിയായി സുരേഷ് മൈലാട്ടുപാറയും തെരഞ്ഞെടുക്കപ്പെട്ടു. ഇനിയൊരു ട്രെയിൻ യാത്രയാവാം. പള്ളം CMS-LP സ്കൂളാണ് ഓണാവധിക്ക് ശേഷം തീവണ്ടിയായി മാറിയത്. 185 വർഷങ്ങൾക്ക് മുമ്പ് മിഷണറിമാരാൽ സ്ഥാപിതമായതാണ് പള്ളം CMS-LP സ്കൂൾ. കാലാനുസൃതമായ മാറ്റം സ്കൂളിന് ആവശ്യമാണെന്ന് മനസ്സിലാക്കി ഈ കഴിഞ്ഞ ഓണാവധിക്കാലത്ത് സ്കൂൾ കെട്ടിടം പെയിന്റ് ചെയ്ത് നവീകരിച്ചു. ട്രെയിനിന്റെ മാതൃകയിലാണ് പെയിന്റിംഗ് ജോലികൾ ചെയ്തത്. ജീവിതം ഒരു യാത്രയാണെന്ന് കുഞ്ഞുങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനാണ് ട്രെയിനിന്റെ ചിത്രം വരച്ചതെന്ന് സ്കൂൾ ഹെഡ്മാസ്റ്റർ ജോൺ മത്തായി പറയുന്നു. CMS-LP സ്കൂൾ 180 വർഷങ്ങൾക്ക് മുമ്പ് മിഷണറിമാരാൽ സ്ഥാപിതമായ ഒരു വിദ്യാലയ മുത്തശ്ശിയാണ്. അനേകർക്ക് വിദ്യയുടെ വെളിച്ചം പകർന്ന ഈ സ്ഥാപനം ഇന്നും ഈ നാട്ടിൽ നിലനിൽക്കുന്നു. എന്നാൽ കാലഘട്ടത്തിനനുസൃതമായി നമ്മുടെ വിദ്യാലയങ്ങളൊക്കെ ആകർഷകമാക്കേണ്ടതുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് ഓണാവധി കാലത്ത് സ്കൂളിൽ ധാരാളം നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി. ജീവിതം ഒരു യാത്രയാണ്, അത് ലക്ഷ്യത്തിലേക്കുള്ളൊരു യാത്രയാണ്. പല ഘട്ടങ്ങളിലൂടെ യാത്ര ചെയ്തെങ്കിൽ മാത്രമേ ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കൂ എന്നുള്ള അവബോധം കുഞ്ഞുങ്ങളിൽ വളർത്തുന്നതിനായി സ്കൂൾ ഒരു തീവണ്ടിയായിട്ട് രൂപകൽപ്പന ചെയ്തു. ഇത് കുഞ്ഞുങ്ങൾക്ക് വളരെയധികം ആകർഷകമായി. നവീകരണ ജോലികളുടെ പൂർത്തീകരണ ഉദ്ഘാടനത്തിൽ മധ്യകേരള മഹാ ഇടവക ട്രഷറർ ഫാദർ ജിജി ജോൺ ജേക്കബ് നാടമുറിച്ചു. ട്രെയിൻ രൂപകൽപ്പന ചെയ്ത ബിനോയ് കലാനന്ദനത്തെ CMS സ്കൂൾ കോർപ്പറേറ്റ് മാനേജർ ഫാദർ സുമോദ് C ചെറിയാൻ മൊമെന്റോ നൽകി ആദരിച്ചു. ലോക്കൽ മാനേജർ എബ്രഹാം C പ്രകാശ്, ഫാദർ സജി K സാം, ഫാദർ ലാൽജി M ഫിലിപ്പ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പെൺസുഹൃത്തിനൊപ്പം ഷാപ്പിലെത്തി മദ്യപിച്ച് ബഹളമുണ്ടാക്കുകയും നാട്ടുകാരുമായി സംഘർഷത്തിലേർപ്പെടുകയും ചെയ്ത പോലീസുകാരനെ നാട്ടുകാർ പിടികൂടി പോലീസിന് കൈമാറി. കോട്ടയം ക്രൈംബ്രാഞ്ച് ഡ്രൈവർ സിവിൽ പോലീസ് ഓഫീസർ ദീപകിനെയാണ് കൈനടി പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഈരയിലെ ഷാപ്പിലായിരുന്നു സംഭവം. പാലാ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ റോവർ ആൻഡ് റേഞ്ചർ യൂണിറ്റിന്റെ ത്രിദിന സഹവാസ ക്യാമ്പ് നടന്നു. സെൽഫ് കുക്കിംഗ് സെക്ഷൻ വ്യത്യസ്തമായി. പാലാ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ റോവർ ആൻഡ് റേഞ്ചർ യൂണിറ്റ് ത്രിദിന സഹവാസ ക്യാമ്പ് നടന്നു. പാലാ നഗരസഭാ ചെയർമാൻ ഷാജു തുരുത്തൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൌൺസിലർ BG ജോജോ, PTA പ്രസിഡന്റ് VM തോമസ്, പ്രിൻസിപ്പൽ റെജിമോൻ K മാത്യു എന്നിവർ പ്രസംഗിച്ചു. വ്യക്തിത്വ വികസന ക്ലാസുകൾ, കമ്മ്യൂണിറ്റി വർക്ക്, മെഗാ പച്ചക്കറി തൈ നടീൽ എന്നിവ ക്യാമ്പിന്റെ ഭാഗമായി നടന്നു. കമ്മ്യൂണിറ്റി വർക്കിന്റെ ഭാഗമായി സ്കൂളിലെ കാർഷിക ക്ലബിന്റെ വളർച്ചയ്ക്ക് വേണ്ടി 100-ലധികം ഗ്രോ ബാഗുകൾ നിറച്ച് അതിൽ നേരത്തെ മുളപ്പിച്ച വിവിധയിനം പച്ചക്കറി തൈകൾ ഒരേ സമയം നട്ടത് കൗതുകമായി. പ്രിൻസിപ്പൽ റെജിമോൻ K മാത്യു, റോവർ സ്കൗട്ട് ലീഡർ നോബി ഡൊമിനിക്, റേഞ്ചർ അനീറ്റ അലക്സ്, വിവിധ ക്ലാസുകൾ എടുക്കാൻ എത്തിച്ചേർന്ന ടോജോമോൻ N ജോർജ്, അഭിനവ് R, അധ്യാപകരായ ബിജു കുര്യൻ, ഷീബ അഗസ്റ്റിൻ, റോവേഴ്സ് ആൻഡ് റേഞ്ചേഴ്സ് സന്നദ്ധ പ്രവർത്തകർ എന്നിവർ മെഗാ പച്ചക്കറി തൈ നടീലിന്റെ ഭാഗമായി. അടിയന്തര ഘട്ടത്തിൽ അതിവേഗം ഭക്ഷണം പാകം ചെയ്ത് അതിജീവിക്കാനുള്ള പാഠങ്ങൾ പകർന്ന സെൽഫ് കുക്കിംഗ് സെഷൻ ക്യാമ്പിനെ വ്യത്യസ്തമാക്കി. റോവർ ലീഡർ നോബി ഡൊമിനിക്, റേഞ്ചർ അനീറ്റ അലക്സ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലാ. നിർധന കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകി മാതൃകയായി പാറമ്പുഴ ഹെൽപ്പിംഗ് ഹാൻഡ്സും USA കെയർ ആൻഡ് ഷെയറും. ജോസ് കെ മാണി MP താക്കോൽദാനം നിർവഹിച്ചു. പാറമ്പുഴ ഹെൽപ്പിംഗ് ഹാൻഡ്സിന്റെയും USA കെയർ ആൻഡ് ഷെയറിന്റെയും നേതൃത്വത്തിൽ നിർമ്മിച്ച വീടിന്റെ താക്കോൽ ദാനം നടത്തി. കേരള കോൺഗ്രസ് M ചെയർമാൻ ജോസ് കെ മാണി MP താക്കോൽ ദാനം നിർവഹിച്ചു. കെയർ ആൻഡ് ഷെയർ പ്രസിഡന്റ് ടോണി ദേവസ്യ, പാറാമ്പുഴ സെന്റ് മേരീസ് പള്ളി വികാരി ഫാദർ മനോജ് സക്കറിയ, പ്രിൻസ് ലൂക്കോസ് ഒറ്റത്തയിൽ, സാബു റജി തുടങ്ങിയവർ പങ്കെടുത്തു. വീട്ടിലെ കുടുംബാംഗമായ +2 പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥിക്ക് ടാബ് വിതരണം ചെയ്തു. വീടിന്റെ പ്ലാൻ വരച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ ടെബി കൊറ്റുകുളത്തെ യോഗത്തിൽ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. അറിയിപ്പ്. പോലീസും മോട്ടോർ വാഹന വകുപ്പും ചെല്ലാൻ മുഖേന നൽകിയിട്ടുള്ള ട്രാഫിക് ഫൈനുകളിൽ 2021 വർഷം മുതൽ യഥാസമയം പിഴ അടയ്ക്കാൻ സാധിക്കാത്തവർക്ക് അവസരം. ജില്ലാ പോലീസും മോട്ടോർ വാഹന വകുപ്പും ചേർന്ന് 27, 28, 30 തീയതികളിൽ 10 മുതൽ 4 വരെ ജില്ലാ പോലീസ് ആസ്ഥാനത്ത് മെഗാ അദാലത്ത് നടത്തും.
സെന്റ് ഡൊമിനിക്സ് കത്തീഡ്രൽ ഇടവക കത്തോലിക്ക കോൺഗ്രസും കോട്ടയം കാരിത്താസ് ആശുപത്രിയും ചേർന്ന് 29-ാം തീയതി 8:30 മുതൽ 12:30 വരെ മഹാജൂബിലി പാരിഷ് ഹാളിൽ സൗജന്യ മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് നടത്തും. വിവരങ്ങൾക്ക് ഫോൺ 9495405980. പള്ളിക്കത്തോട് ഗവൺമെന്റ് ITയിൽ സ്പോട്ട് അഡ്മിഷൻ ആരംഭിച്ചു. താൽപര്യമുള്ളവർ നേരിട്ടെത്തി അപേക്ഷ സമർപ്പിക്കാം. അപേക്ഷ ഫീസ് 100 രൂപ. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 24-ാം തീയതി വൈകിട്ട് 5. പ്രവേശനത്തിനായി ഒറിജിനൽ സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, TC, 3 ഫോട്ടോ, ഫീസ് എന്നിവയുമായി ഹാജരാകുന്നവർക്ക് അന്നേ ദിവസം അഡ്മിഷൻ നേടാം. ഫോൺ 9539484220. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുതുപ്പള്ളി പഞ്ചായത്തിലെ കമ്മ്യൂണിറ്റി ഹാളിന് പേരിടുന്നതിനെ ചൊല്ലി വാക്പോര്. ഉമ്മൻചാണ്ടിയുടെ പേരിടാത്തതിനെതിരെ കോൺഗ്രസിന്റെ ഉപവാസ സമരം. EMSന്റെ പേര് നൽകാനുള്ള തീരുമാനവുമായി LDF ഭരണസമിതി. കോട്ടയം SMEയിലെ വിദ്യാർത്ഥിയുടെ മരണം. ആരോപണ വിധേയരായ 2 അധ്യാപകർക്ക് സ്ഥലം മാറ്റം. കോളേജിന് മുന്നിൽ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും പ്രതിഷേധം. എരുമേലി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഇനി മുതൽ 24 മണിക്കൂറും കിടത്തി ചികിത്സ. സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഒരു തസ്തിക കൂടി സൃഷ്ടിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.